ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ കമ്പനിയെക്കുറിച്ചാണ്. നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് റോക്ക്. അതറിയണമെങ്കിൽ ഇവർ മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ എത്രയാണെന്നും അതിൻ്റെ ആസ്തി എത്രയാണെന്നും നമ്മൾ അറിയണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ മുകേഷ് അംബാനിയുടെ സമ്പാദ്യത്തേക്കാൾ 100 ഇരട്ടി അധികം. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കൊല്ലത്തെ GDP-യുടെ 3 ഇരട്ടി. ഇതിൻ്റെ മെയിൻ ഫൗണ്ടറായ ലാരി ഫിങ്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായിരുന്നു. 1988 ഇദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്ന അതിസമർത്ഥരായ 7 പേരെ കൂട്ടി ആരംഭിച്ചതാണ് ബ്ലാക്ക് സ്റ്റോൺ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഇദ്ദേഹമാണ് ഇതിന് രൂപം നൽകിയത്. ഒരുപാട് വിവാദങ്ങളും കോൺസ്പിറൻസി തിയറികളും ചുറ്റിപ്പറ്റിയുള്ള ഒരു കമ്പനി കൂടിയാണ് ബ്ലാക്ക് റോക്ക്. ഇവിടെ അധികം ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ബ്ലാക്ക് റോക്കിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇവരുടെ പ്രവർത്തന മേഖല എന്താണ്? ഈ കമ്പനി വലിയ കമ്പനികളുടെ ഓഹരികളും ഗവൺമെൻറ് ബോണ്ടുകളും മ്യൂച്വൽ ഫണ്ടുകളും പെൻഷൻ ഫണ്ടുകളും ഇൻഷുറൻസ് ഫണ്ടുകളും നിക്ഷേപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഏറ്റവും പ്രശസ്തമായ ടെക്നോളജി പ്ലാറ്റ്ഫോമായ അലാദിൻ ആണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡാറ്റയും ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള ഫണ്ടുകൾ എവിടെ നിക്ഷേപിക്കാമെന്നും എങ്ങനെ മാനേജ് ചെയ്യാമെന്നും തീരുമാനിക്കുന്ന ഒരു സിസ്റ്റമാണിത്. പൊതുവാർത്തകളിൽ പലപ്പോഴും ഇതിൻ്റെ പേര് കാണാനാവില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ നിക്ഷേപവും പെൻഷൻ ഫണ്ടും ഇൻഷുറൻസ് ഫണ്ടും വരെ ഇതിൻ്റെ പിടിയിലായിരിക്കുമെന്ന്? ഈ ബ്ലാക്ക് റോക്ക് കമ്പനിയുമായി നമ്മൾക്കെന്ത് ബന്ധം? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാമോ? നമ്മുടെ ബാങ്ക് നിക്ഷേപങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എല്ലാം അവസാനത്തിൽ നിക്ഷേപിക്കപ്പെടുന്നത് ബ്ലാക്ക് റോക്ക് പോലുള്ള കമ്പനികളുടെ തീരുമാനപ്രകാരമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് എവിടെയോ ആരോ നിയന്ത്രിക്കുന്നു എന്നതാണ് സത്യം. ഒരുപാട് വിവാദങ്ങളും കോൺസ്പിറൻസി തിയറികളും ചുറ്റിപ്പറ്റിയുള്ള ഒരു കമ്പനി കൂടിയാണ് ബ്ലാക്ക് റോക്ക്. ഇവിടെ അധികം ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ബ്ലാക്ക് റോക്കിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അമേരിക്കൻ സർക്കാരും ഫെഡറൽ റിസർവും മറ്റും വലിയ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുമ്പോഴും പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇവരുടെ ഉപദേശം സ്വീകരിക്കുന്നു എന്ന പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. എന്താണ് അലാദിൻ? ബ്ലാക്ക് റോക്കിൻ്റെ AI അധിഷ്ഠിത ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് അലാദിൻ. ഇതിൻ്റെ പൂർണ്ണരൂപം അസറ്റ് ലയബിലിറ്റി ഡെപ്റ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ്വർക്ക് എന്നാണ് അലാദിൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം. ലോകത്ത് 20 ട്രില്യൺ മൂല്യമുള്ള നിക്ഷേപങ്ങൾ അലാദിൻ നിരീക്ഷിക്കുന്നു. ഈ AI ബേസ്ഡ് സിസ്റ്റം കൃത്യമായി ഉപയോഗിക്കുന്നത് മാർക്കറ്റിൻ്റെ മാറ്റം മുൻകൂട്ടി പ്രവചിക്കാനും പെട്ടെന്ന് എവിടെയെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ മുന്നറിയിപ്പ് നൽകാനും മികച്ച നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തി നിർദ്ദേശം നൽകാനുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ വമ്പൻ ഫണ്ടുകൾ എല്ലാം അലാദിനെ ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ 30ഓളം രാജ്യങ്ങളിൽ ഇവർക്ക് 70ഓളം ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലാക്ക് റോക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. ലോകത്തെ 100 ബില്യനേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ വരുന്ന തുക 4.5 ട്രില്യൺ മാത്രമാണ്. അതിൻ്റെ 2 ഇരട്ടിയാണ് ബ്ലാക്ക് റോക്ക് എന്ന കമ്പനി മാത്രം മാനേജ് ചെയ്യുന്നത്. അതിലില്ലാത്ത പണവും ഗവൺമെൻറ് സപ്പോർട്ടും, അതാണ് ബ്ലാക്ക് റോക്ക്. സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ പോലെയുള്ള അൺഎത്തിക്കലായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന് ഒരുപാട് തവണ ലീഗൽ ആക്ഷൻ നേരിടേണ്ടി വന്ന ഒരു കമ്പനി കൂടിയാണ് ബ്ലാക്ക് റോക്ക്. ലോകത്തെ പല രാജ്യങ്ങളും അവരുടെ പെൻഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ബ്ലാക്ക് റോക്കിനെയാണ്. ബ്ലാക്ക് റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ അത് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ലാഭമെടുത്ത് ഭാവിയിൽ ആ ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിനോ ആ ഫണ്ട് തിരിച്ചു നൽകുന്നു. ഇതൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡായി പല രാജ്യക്കാരും പല ഗവൺമെൻറ്റും പല ഇൻവെസ്റ്ററും കാണുന്നത് കൊണ്ടാണ് എല്ലാവരും ബ്ലാക്ക് റോക്കിനെ തേടിപ്പോകുന്നത്. ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണുവാൻ ഫോളോ ചെയ്യാം. താങ്ക് യു.